ഹായ് ഹലോ, ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒരു കടുവയെക്കുറിച്ചാണ്. ഒരു മൃഗം മൂലം ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമായ കടുവ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ചമ്പാവത്ത് കടുവ ഒരു ഭയാനകമായ സ്ഥാനം നേടി. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ കടുവ എന്ന പദവി വഹിക്കുന്ന ചമ്പാവത്ത് കടുവ നേപ്പാളിലെ വനങ്ങളിൽ നിന്നുള്ളതാണ്. 1890കളുടെ അവസാനത്തിൽ ഈ കടുവ അവിടെ 200-ലധികം ആളുകളെ കൊന്നു. നേപ്പാളിൽ നിന്നും ഈ കടുവയെ തുരത്തിയ ശേഷം ഈ അലഞ്ഞു തിരിയുന്ന ഭീകരത അതിർത്തിയെല്ലാം കടന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഇത് കുമയോൺ മേഖലയിലെ ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തി. അവളുടെ ഭീകരവാഴ്ച വളരെ വലുതായിരുന്നു. ഈ കടുവ ഒരു പെൺകടുവയായിരുന്നു. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇതിനകം തന്നെ ഭയാനകമായിരുന്നു ആ കടുവയുടെ ആ ഒരു വിളയാട്ടം. ആ കണക്കിലേക്ക് 234 ഇരകളെ കൂടി ചേർത്തു കടുവ. കേൾക്കുമ്പോൾ തന്നെ ഭയം വരുന്നുണ്ട് അല്ലേ? ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട കടുവ എന്നും രന്തംബോറിൻ്റെ അഭിമാനം എന്നും അറിയപ്പെടുന്ന രന്തംബോറിലെ മച്ലി കടുവയുണ്ട്. ആ കടുവയെക്കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ആ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ ഭയാനക കടുവയുടെ പ്രവൃത്തികൾ ആളുകളെ അവരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്ന തരത്തിൽ ആഴത്തിലുള്ള ഭയമാണ് ഉളവാക്കിയത്. മുഴുവൻ സമൂഹങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന അതിഭീകരമായ ഭീതിയുടെ ഒരു തരംഗം സൃഷ്ടിച്ചു ഈ കടുവ. ആർക്കും തന്നെ അവളെ കൊല്ലാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. വിദഗ്ധരായ വേട്ടക്കാരുടെ ശ്രമങ്ങളും അല്ലെങ്കിൽ സർക്കാർ വാഗ്ദാനം ചെയ്ത വലിയ പ്രതിഫലങ്ങളും ഉണ്ടായിരുന്നിട്ടും പോലും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അൽമോറയിൽ നിന്ന് ഗൂർഖകളുടെ സംഘങ്ങളെ അയച്ചു, പക്ഷേ അവർക്കും ഭാഗ്യം ലഭിച്ചില്ല. ഈ കടുവ സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ആ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു പ്രതീക്ഷ എല്ലാ ആളുകൾക്കും നഷ്ടപ്പെട്ടു തുടങ്ങി. എന്നാൽ ഈ ചമ്പാവത്ത് കടുവയെ ആരാണ് കൊന്നത്? അതിലേക്ക് വരാം നമ്മൾക്ക്. ഒരു ദിവസം 20ഓളം സ്ത്രീകളും പെൺകുട്ടികളും അടങ്ങുന്നൊരു സംഘം തങ്ങളുടെ കന്നുകാലികൾക്കായി ഈ ഓക്കിൻ്റെ ഇലകൾ ശേഖരിക്കുവാൻ പുറത്തേക്ക് പോയി. ഏകദേശം ഒരു 2 മണി സമയത്താണ് ഈ സ്ത്രീകൾ ഈ ഇല ശേഖരിക്കുവാൻ പോയത്. അങ്ങനെ ഇലകൾ ശേഖരിക്കാൻ മരങ്ങളിൽ കയറി അവരിൽ ചിലരാവട്ടെ മലയിടുക്കിൻ്റെ അരികിലുള്ളൊരു മരം തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ ഇലകൾ ശേഖരിച്ച ശേഷം ആ സ്ത്രീകളിൽ ഒരാൾ താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ വളരെ നിശബ്ദമായി അടുത്തേക്ക് വന്ന കടുവ പെട്ടെന്ന് പിൻകാലുകളിൽ നിന്നുകൊണ്ട് ആ ഇറങ്ങുന്ന സ്ത്രീയുടെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിട്ടു. അങ്ങനെ ഈ സ്ത്രീയെ ആ മലയിടുക്കിലേക്ക് ഈ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് കടുവ അവളുടെ കാലിൽ നിന്നും പിടിവിട്ട് പിന്നീട് കഴുത്തിലായി. ആ ഒരു കഴുത്തിലുള്ള അമർത്തൽ കൊണ്ട് തന്നെ ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കടുവയുടെ അടുത്ത ഇരയായി ഗ്രാമവാസികൾ എല്ലാവരും വളരെ വേദനയോടുകൂടി ഇങ്ങനെ ഭയന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നരഭോജികളെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശസ്തനായൊരു വിദഗ്ധ വേട്ടക്കാരൻ ഈ സ്ഥലത്ത് എത്തിയത്. അക്കാലത്ത് ആരും തന്നെ അവരവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും ഭയപ്പെട്ടിരുന്നു. ഈ കടുവയുടെ അവസാനത്തെ വേട്ട 1911 ഏപ്രിൽ 12-നാണ് നടന്നത് എന്ന് പറയുന്നു. ഭയന്നിരിക്കുന്ന ഈ കടുവയെ ഒടുവിൽ വകവരുത്തുവാൻ ഒരു കൂട്ടം ആളുകൾ തന്ത്രപരമായ ഒരു പദ്ധതി തയ്യാറാക്കി. ഈ കടുവയുടെ പെരുമാറ്റം നിരീക്ഷിക്കാനുള്ള ആ കഴിവിനും ക്ഷമയ്ക്കും പേരുകേട്ട ഒരാളുണ്ടായിരുന്നു. ജിം കോർബറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഇദ്ദേഹം ഈ കടുവയെ നിരീക്ഷിക്കാനും അതിൻ്റെ ശീലങ്ങളും ചലനങ്ങളും എല്ലാം പഠിക്കുവാനും പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ ചെലവഴിക്കുമായിരുന്നു. ഒരു വേട്ടക്കാരൻ എന്ന ഖ്യാതി ഉണ്ടായിരുന്നിട്ടും
ഇദ്ദേഹം ഒരു ധാർമ്മിക വേട്ടയാടൽ രീതികളിൽ പ്രതിജ്ഞാബദ്ധനായിരുന്നു. മനുഷ്യജീവന് നേരിട്ട് ഭീഷണി ഉയർത്തുന്ന കടുവകളെ മാത്രമേ കൊല്ലാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട. അങ്ങനെയാണ് ഈ ഗ്രാമീണർ ഒരു ദിവസം ഈ കടുവയുടെ കാര്യം പറഞ്ഞ് ഇദ്ദേഹത്തെ സമീപിക്കുന്നത്. അദ്ദേഹം ഈ കടുവയെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ആ കടുവയെ ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് നിരവധി ജീവിതങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ച കടുവ മനുഷ്യരെ ഒരു പക്ഷേ ഇരയാക്കുവാൻ ആ കടുവ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിജീവിക്കുകയല്ലാതെ അതിന് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം ഈ കടുവയെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ വലതുവശത്തുള്ള ആ കടുവയുടെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഒടിഞ്ഞതായും അതേപോലെ മുകൾ ഭാഗം രണ്ടായി പിളർന്നതായും താഴത്തെ പല്ല് അസ്ഥി വരെ തകർന്നതായും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഈ വെടിയേറ്റ മുറിവ് മൂലമാണ് ഈ വേദനാജനകവും സ്ഥിരവുമായ ഈ ഒരു പരിക്ക് ഉണ്ടായത്. ഇത് ആ കടുവയുടെ പതിവ് ഇരയെ വേട്ടയാടുന്നത് അസാധ്യമാക്കി മാറ്റുകയും ഈ കടുവ പിന്നീട് മനുഷ്യരെ ലക്ഷ്യമാക്കി ആക്രമിക്കുവാനും ശ്രമിച്ചു. അതായത് മനുഷ്യരെ പെട്ടെന്ന് പിടിക്കാം എന്ന് ഈ കടുവ വിചാരിച്ചു. ഈ ഒരു പരിക്ക് കൊണ്ടാണ് ആ ഒരു കടുവ നരഭോജിയായി മാറിയത് എന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഒരു കടുവയുടെ മരണശേഷം ഈ ചമ്പാവത്ത് കടുവ സൃഷ്ടിച്ച ആ ഭീകര ഭരണം അവസാനിപ്പിച്ചതിന് ശേഷം വന്യജീവികളെക്കുറിച്ചുള്ള ഈ ജിം കോർബറ്റിൻ്റെ ആ ഒരു വീക്ഷണം, ആ ഒരു കാഴ്ച മാറാൻ തുടങ്ങി. മനുഷ്യൻ്റെ ഇടപെടലോ പരുക്കോ മൂലം പലപ്പോഴും നിരാശയാൽ നയിക്കപ്പെടുന്ന ഇതേപോലെയുള്ള മൃഗങ്ങൾ ദുഷ്ടമൃഗങ്ങൾ അല്ല എന്നും അവ അതിജീവിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ കാഴ്ചപ്പാട് അദ്ദേഹത്തെ അപകടകരമായ ആ ഒരു മൃഗങ്ങളെ വേട്ടയാടുന്ന വ്യക്തിയിൽ നിന്നും ഒരു സമർപ്പിതനായ സംരക്ഷകനായി മാറാൻ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ കോർബറ്റ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഇന്ത്യയിലെ വന്യജീവികളെയും അവയുടെ ആ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായാണ് പിന്നീട് പ്രവർത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും മാരകമായ കടുവയായ ആ ചമ്പാവത്ത് കടുവയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടലുകൾ അദ്ദേഹം വിവരിക്കുന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തോടുള്ള ആദരസൂചകമായി 1957 ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥാപിതമാവുകയും ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് കടുവകൾക്കും മറ്റ് വന്യജീവികൾക്കും സുരക്ഷിത താവളമായി മാറുകയും ചെയ്തു. സത്യത്തിൽ ചമ്പാവത്ത് കടുവയുടെ കാലത്ത് ഇത്തരം സംരക്ഷണ ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കടുവയുടെ കഥ വ്യത്യസ്തമാകുമായിരുന്നു, അല്ലേ? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് പോലെയുള്ളൊരു സങ്കേതം കടുവകളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനാൽ ചമ്പാവത്ത് കടുവ ഒരിക്കലും കുമയോണിൻ്റെ ഒരു മാംസഭോജിയാവാൻ നിർബന്ധിതയാകുമായിരുന്നില്ല, അല്ലേ? ആദ്യം മുതൽക്കേ അതിഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ച ഈ ഒരു കടുവയുടെ കഥ ഓർക്കുമ്പോൾ അവസാനം ഒരു നൊമ്പരം തന്നെയാണ് കേൾക്കുന്നവർക്ക്.